വെൽക്കം ടു SKS Convert. സോ എൻ്റെ പേരാണ് സൂര്യകിരൺ. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്മാർട്ട് TV ബേസ്ഡ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ TVയിലെ ലിമിറ്റഡ് വൈഫൈ കണക്ഷൻ എന്ന പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ സ്മാർട്ട് TVക്ക് നെറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് മോഡം കണക്ട് ചെയ്യും, അല്ലെങ്കിൽ മൊബൈൽ വൈഫൈ വഴി TVയിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ അതിൽ നെറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ചില കേസസിൽ അത് കണക്റ്റ് ആവില്ല. അവിടെ ലിമിറ്റഡ് കണക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് വൈഫൈ കണക്ഷൻ എന്ന് എഴുതി കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ സം പ്രോബ്ലം ഹാസ് ഹാവൻ ഇൻ ദ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് അല്ലെങ്കിൽ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ സ്മാർട്ട് TV. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാൽ VUTV FFM എന്ന് പറയുന്ന TV ആണ്. ഓക്കെ, ഇതിലാണ് നമ്മുടെ ലിമിറ്റഡ് വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് കണക്ഷൻ എന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫോർ യു എന്ന് പറയുന്ന ഓപ്ഷനാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഐക്കണിൽ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു സെറ്റിങ്സ് ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് TV, അത് VUTV FFMൻ്റെ സെറ്റിങ്സ്. ഇനി ഇവിടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാമല്ലോ, അതേ താഴെ ഇത്. എന്നിട്ട് നോക്കൂ, ഒരു ഡിവൈസ് കണക്റ്റഡ് ആണ്, പേര് Redmi Note 7S. നോക്കി, ഇവിടെ ലിമിറ്റഡ് കണക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കണക്റ്റഡ് ആണ്, പിന്നെ സിഗ്നൽ സ്ട്രെങ്തും എക്സലൻ്റ് ആണ്. എന്ന് വെച്ചാൽ മൊബൈലിൽ നിന്ന് അതിലോട്ട് കണക്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇപ്പം നമുക്കാണെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ കണക്ട് റൈറ്റ് നൗ എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല, എന്ന് വെച്ചാൽ ലിമിറ്റഡ് കണക്ഷൻ എന്ന് എഴുതിയിരിക്കുമ്പോൾ അത് നേരെ കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീണ്ടും സെറ്റിങ്സിലോട്ട് പോവുക, VUTV FFMൻ്റെ. എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെറ്റിങ്ങിൽ ഇവിടെ താഴെ സിസ്റ്റം എന്ന് എഴുതിയിരിക്കുന്ന കാണാലോ, അത് പിന്നെ അതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡേറ്റ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാലോ, അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം അതിൽ ഓഫ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് നെറ്റ്വർക്ക് പ്രൊവൈഡഡ് ടൈം എന്ന് കാണാലോ, അത് ഓൺ ചെയ്യുക. ഇപ്പോൾ കണ്ടോ, അത് ഓൺ ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിങ്സിൻ്റെ പ്രശ്നം കാരണമാണ് നമുക്ക് ആ ലിമിറ്റഡ് കണക്ഷൻ്റെ പ്രോബ്ലം കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ നെറ്റ്വർക്ക് പോവാണ്. വീണ്ടും ഇവിടെ ലിമിറ്റഡ് കണക്ഷൻ എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ TV അങ്ങ് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ TV ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ TV ഓണായി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും സെറ്റിങ്സിൽ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ ഒന്നും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നോക്കിപ്പോൾ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് നോക്കി, ഇവിടെ കണക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നു. അപ്പം നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്യൂബിൽ ഒന്നും കൂടെ പോയി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ യൂട്യൂബ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ കണ്ടോ ഫ്രണ്ട്സ്, യൂട്യൂബ് ഓണായി വന്നിരിക്കുന്നു, എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ലിമിറ്റഡ് വൈഫൈ കണക്ഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു സൂൺ.